പ്രവാസ ലോകത്തിലെ വാർത്തകൾ. കുവൈറ്റിൽ ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ളത് 8 ലക്ഷം പ്രവാസികൾ. ഡിസംബർ 31 വരെയാണ് പ്രവാസികൾക്ക് ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ അവസരം ലഭിക്കുന്നത്. രാജ്യത്തെ സ്വദേശികളും പ്രവാസികളും നിശ്ചിത സമയത്തിനുള്ളിൽ ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഡിസംബർ 31 വരെയാണ് പ്രവാസികൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം നൽകിയിരിക്കുന്നത്. ഇതുവരെ 10,68,000 പേരാണ് രജിസ്റ്റർ ചെയ്തത്. ഇനി 8 ലക്ഷം പ്രവാസികൾ രജിസ്റ്റർ ചെയ്യാനുണ്ട്. സെപ്റ്റംബർ 30 വരെയാണ് സ്വദേശികൾക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ള കാലാവധി അനുവദിച്ചിരിക്കുന്നത്. ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തവർക്ക് ബാങ്കിംഗ് സേവനങ്ങൾ നിർത്തിവെക്കുമെന്ന് കുവൈറ്റ് സെൻട്രൽ ബാങ്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. കിടപ്പ് രോഗികൾക്കും അംഗപരിമിതർക്കും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് സർക്കാർ സേവനങ്ങൾ നിഷേധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഹോട്ടലുകളുടെയും റിസോർട്ടുകളുടെയും മുനിസിപ്പൽ സർവീസ് ഫീസ് സൗദി അറേബ്യ ഒഴിവാക്കുന്നു. ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഹോട്ടലുകൾ, ഹോട്ടൽ അപ്പാർട്ട്മെന്റുകൾ, റെസിഡൻഷ്യൽ റിസോർട്ടുകൾ എന്നിവയുടെ വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് ലൈസൻസ് നൽകുന്നതിനുള്ള മുനിസിപ്പൽ സേവന ഫീസാണ് താൽക്കാലികമായി നിർത്തിവെക്കുന്നത്. വളർന്നുവരുന്ന ടൂറിസം, ഹോസ്പിറ്റാലിറ്റി മേഖലയെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നീക്കമാണ് സർക്കാർ നടപ്പാക്കുന്നത്. നിക്ഷേപകർക്ക് പ്രവർത്തന ചെലവ് നിയന്ത്രിക്കുന്നതിന് ഈ തീരുമാനം സഹായകമാകും. സൗദി മിനിസ്ട്രി ഓഫ് ടൂറിസം, മിനിസ്ട്രി ഓഫ് മുനിസിപ്പാലിറ്റീസ് ആൻഡ് ഹൗസിംഗ് എന്നിവർ ചേർന്നാണ് ഈ തീരുമാനം നടപ്പിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കെട്ടിടമാകാൻ ബുർജ് അസീസി 6 ദശലക്ഷം ദിർഹത്തിലേറെയാണ് നിർമ്മാണ ചെലവ്. ദുബായ് ഷെയ്ഖ് സായിദ് റോഡിലെ പ്രധാന സ്ഥലത്താണ് ഈ വിസ്മയ നിർമ്മിതി ഉയരുന്നത്. 725 മീറ്ററാണ് ഇതിന്റെ ഉയരമെന്ന് നിർമ്മാതാക്കളായ അസീസി ഡെവലപ്മെന്റ് അറിയിച്ചു. 131-ലേറെ നിലകളാണ് ഈ കെട്ടിടത്തിലുണ്ടാവുക. 2028-നകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ. അപ്പാർട്ട്മെന്റുകൾ, അവധിക്കാല വസതികൾ, വെൽനസ് സെന്ററുകൾ, സിനിമാശാലകൾ, ജിമ്മുകൾ എന്നിങ്ങനെ ഒട്ടനവധി സൗകര്യങ്ങളും ബുർജ് അസീസിയിലുണ്ടാകും. ഒരു ഓൾ സ്യൂട്ട് 7 സ്റ്റാർ ഹോട്ടലും പെൻ ഹൗസുകൾ ഉൾപ്പെടെ വിവിധ വസതികളും ടവറിലുണ്ടാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഷാർജയിൽ പുതിയ സ്പോർട്സ് സിറ്റി വരുന്നു. 4 സ്പോർട്സ് കോംപ്ലക്സുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഷാർജയിലെ കായിക താരങ്ങൾക്കും ക്ലബ്ബുകൾക്കും മികച്ച അവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് പുതിയ സ്പോർട്സ് സിറ്റി നിർമ്മിക്കുന്നു. പദ്ധതിയുടെ രൂപരേഖ ഷാർജ ഭരണാധികാരി ഷൈഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി അംഗീകരിച്ചു. ടീം മത്സരങ്ങളും വ്യക്തിഗത കായിക ഇനങ്ങളും നടത്താവുന്ന 4 സ്പോർട്സ് കോംപ്ലക്സുകളാണ് പുതിയ സ്പോർട്സ് സിറ്റിയിൽ ഉൾപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.